ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പശ്ചിമേഷ്യ യുദ്ധഭൂമിയായി മാറുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ടെഹ്റാനിൽ ഏത് നിമിഷവും തങ്ങൾ ബോംബുകൾ വർഷിക്കും എന്നാണ്. 2 മാസം മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആണവ കരാറിൽ, അതായത് പുതിയ ആണവ കരാറിൽ ഒപ്പുവെച്ചില്ല എങ്കിൽ തങ്ങൾ ടെഹ്റാനെ ആക്രമിക്കും, ടെഹ്റാൻ്റെ ആണവ നിലയം തകർത്ത് കളയുമെന്ന് ഇന്നലെ ഒരിക്കൽ കൂടി ട്രംപ് അത് ആവർത്തിക്കുകയും ചെയ്തു. ഇനി 5 ആഴ്ച മാത്രമാണ് ആ മുന്നറിയിപ്പിൻ്റെ കാലാവധി അവസാനിക്കാനുള്ളത്. അതിനിടയിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ട്രംപിൻ്റെ ഭീഷണിക്ക് തൊട്ടു പിന്നാലെ നഗരങ്ങളിലെ ഭൂഗർഭ നിലയങ്ങളിലൊക്കെ മിസൈൽ ലോഞ്ചറുകൾ വിന്യസിച്ചതായിട്ടുള്ള വിവരം ഇറാനിൽ നിന്ന് പുറത്തു വരുന്നു. ഒപ്പം തന്നെ വിവിധയിടങ്ങളിൽ മിസൈൽ ലോഞ്ചറുകൾ വിന്യസിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ഇറാനിയൻ ഉദ്യോഗസ്ഥർ പുറത്ത് വിടുകയും ചെയ്തിരിക്കുന്നു. ഇറാൻ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് സമ്മർദ്ദത്തിന് വഴങ്ങി ഇതിൽ ഒപ്പിടുകയോ അമേരിക്കയുമായി ചർച്ച നടത്തുകയോ ചെയ്യില്ല എന്ന് ആണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഖൈബർ ഷക്കാൻ, അതായത് 900 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ, ഹാജ് കാസിം 850 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ, ഖാദർ-എച്ച് 1240 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ, ഇവയൊക്കെയാണ് നഗരത്തിനുള്ളിലെ ഭൂഗർഭ നിലയ ഈ മിസൈൽ ലോഞ്ചറുകളിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കരസേനയും യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരവും. ഏതായാലും ട്രംപ് പറഞ്ഞത് താൻ ആദ്യമായി അധികാരത്തിലേറിയപ്പോൾ ഇറാനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരുന്നു, അതിൻ്റെ ഇരട്ടിയോളം, അതായത് ബോംബ് വർഷിക്കും എന്ന് തന്നെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇതിൽ എത്രത്തോളം ഈ ഇറാൻ വഴങ്ങുമെന്നറിയില്ല. ഒമാൻ വഴി ചില സന്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ഇന്നലെ തന്നെ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. എന്ത് തരത്തിലുള്ള സന്ദേശങ്ങളാണ് നൽകിയതെന്നും വ്യക്തമല്ല. ഇതിനിടയിൽ ഇസ്രയേലിന് ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനുള്ള അനുമതി നേരത്തെ തന്നെ ട്രംപ് നൽകിയിരുന്നു. അതിനിടയിലാണ് ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോടൊരു കരുതലെടുക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ തലവന്മാർ ആവശ്യപ്പെട്ടിരുന്നു. കുറഞ്ഞ പക്ഷം 72 മണിക്കൂറെങ്കിലും ബങ്കറിലും മറ്റും കഴിയുവാനുള്ള ഭക്ഷണവും മരുന്നും മറ്റും കരുതണം. ഏത് നിമിഷവും പലതരത്തിലുള്ള ആക്രമണങ്ങളോ ഇല്ലെങ്കിൽ മഹാമാരികളോ മറ്റോ ഉണ്ടാകാം എന്ന തരത്തിലായിരുന്നു ആ ഒരു ഉത്തരവ് നൽകിയിരുന്നത്. ഏതാണ്ട് 450 ദശലക്ഷം ജനങ്ങൾക്കായിരുന്നു ആ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. യൂറോപ്യൻ യൂണിയനിലെ 27 രാഷ്ട്രങ്ങൾക്കായിരുന്നു അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയ. അതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു വലിയ ലോകയുദ്ധമായി മാറുമോ എന്നറിയില്ല. അതിനെതിരെ റഷ്യൻ പ്രസിഡന്റ് പുടിനെതിരെയും കടുത്ത നിലപാടുമായി ട്രംപ് എത്തുകയാണ്. ട്രംപിന്റെ 2ാം വരവിൽ പശ്ചിമേഷ്യ മാത്രമല്ല ലോകം മുഴുവൻ ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കയാണ് ലോകമെമ്പാടും നിന്നും ഉയരുന്നതും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.